പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ദേവയാനിയും സ്നേഹിക്കുകയാണ് എന്നുള്ള സത്യം ആദർശ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇത്രയും നാൾ തന്നെ കബളിപ്പിക്കുകയാണ് എന്നുള്ള ഒരു സത്യത്തിൻ്റെ തിരിച്ചറിവിലാണ് ആദർശ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദർശിനോട് പറയാത്തൊരു നീരസം നമ്മുടെ നയനയോട് കാണിക്കുകയാണ്. ആദർശിനെ പണ്ടത്തെ പോലെ ആ ഒരു അടുപ്പം കാണിക്കാൻ പറ്റുന്നില്ല. സങ്കടം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവൾ എന്നോട് മറച്ചു വെച്ചത്, എന്നോട് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയാണ് ആദർശ് ചിന്തിക്കുന്നത്. ആദർശിൻ്റെ ചിന്താഗതി ഒരു ന്യായമായ കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു നീരസത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിലും ഒക്കെ ആ ഒരു ദേഷ്യം ആദർശ് പ്രകടമാക്കിയിരുന്നു. അങ്ങനെ ഓഫീസിലേക്ക് മാറ്റാൻ വരുന്ന സമയത്ത് ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഓഫീസിലേക്ക് വരണ്ട, നീ ഇനി ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ സംസാരമൊക്കെ അവിടെ വരുന്നുണ്ട്. നയനയ്ക്കാണെങ്കിൽ അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം നയന ഓഫീസിലോട്ട് പോകാതിരിക്കുകയാണ്. എന്നിട്ട് സങ്കടത്തോടു കൂടി ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ, ആദർശേട്ടൻ ഇനി എന്നാണ് മാറുക എന്നുള്ളത് എനിക്കറിയില്ല, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ആദർശേട്ടനെ ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല അമ്മേ എന്നൊക്കെ ദേവയാനിയോട് പറയുന്ന സമയത്ത് ദേവയാനി നയനയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് അനിയും വന്നിട്ട് നയനയോട് സംസാരിക്കുന്നുണ്ട്, ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യമൊക്കെ അനിയോട് നമ്മുടെ നയന തുറന്നു പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് കനക നയനയ്ക്ക് വിശേഷം അറിയാനായിട്ട് ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ, എന്താ നിന്റെ സ്നേഹമുള്ള അമ്മായിയമ്മയുടെ വിശേഷം, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയനയുടെ ഭാഗത്തു നിന്നും ചിരിച്ചുകൊണ്ടുള്ളൊരു മറുപടിയായിരുന്നു കനക പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ സങ്കടം കൊണ്ട് ഒന്നും തന്നെ പറയാത്ത അവസ്ഥയിലാണ് നയന ഉണ്ടായിരുന്നത്. അങ്ങനെ ആകെ ശബ്ദമൊക്കെ മാറിയിട്ടാണ് നയന സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ കനകയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. എന്നിട്ട് ചോദിക്കുന്നത്, ഹലോ മോളെ, എന്ത് പറ്റി, നിന്റെ അമ്മായിമ്മയുടെ സ്നേഹം അഭിനയമായിരുന്നോ, അവർ പറ്റിക്കുകയായിരുന്നോ, ആ സങ്കടമാണോ മോൾക്ക് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നല്ല അമ്മേ, അമ്മായിമ്മ എന്നോട് വളരെ സ്നേഹമാണ്. പക്ഷെ ഒരാൾ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ഒരാൾ തെറ്റുകയാണല്ലോ പതിവ്, എനിക്കെപ്പോഴും ഈശ്വരൻ സങ്കടം മാത്രമാണല്ലോ തന്നിരിക്കുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നയന. അപ്പോൾ ആ സമയത്ത് എന്താ പറ്റിയത് മോളെ, ഇനി മുത്തശ്ശിയും എന്തെങ്കിലും വഴക്ക് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിയും അല്ല, ആദർശേട്ടനാണ്. ആദർശേട്ടന് സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അന്ന് മുതലേ എന്നോട് വളരെ ദേഷ്യമാണ്, എന്നോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. എന്നോട് ഇനി ഓഫീസിലേക്കും എൻ്റെ ആദർശേട്ടൻ്റെ മുന്നിലേക്കും വരണ്ട എന്നൊക്കെ പറഞ്ഞു. എനിക്കിത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കള്ളത്തരം മറച്ചു വെച്ചു, ഞാൻ ചതിക്കുകയായിരുന്നു, കബളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ആദർശേട്ടൻ പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ട്, പിന്നെ നീ എന്താ കരുതിയത്, ഞാൻ അറിഞ്ഞ സമയത്ത് നിന്നോട് അമ്മ എന്നുള്ള നിലക്കാണ് ഞാൻ എന്തായാലും നിന്നോട് എനിക്ക് പൊരുത്തപ്പെടാൻ സാധിച്ചത്. എന്തായാലും ഇക്കാര്യം ആദ്യം അറിഞ്ഞ സ്ഥിതിക്ക് നീ എല്ലാവരോടും പറയേണ്ടതില്ലേ, കാരണം ഞങ്ങളൊക്കെ അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് കരുതണ്ട, യഥാർത്ഥത്തിൽ നീ അക്കാര്യം ആദർശനോട് പറയേണ്ടതായിരുന്നു എന്നൊക്കെ കനക പറയുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, അമ്മയ്ക്ക് അതൊരു മുഷിച്ചിലാകും, അല്ലെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന സമയത്ത് സങ്കടമാകും എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ്. പിന്നെ ആദർശേട്ടനും ഒന്നും അമ്മയോട് കരൾ കൊടുത്തതിനെ കുറിച്ച് പറയാത്തത് കൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമ്മ പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ കനകയോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, അത് നിൻ്റെ ഭാഗത്തും തെറ്റ് വന്നിട്ടുണ്ടല്ലോ, കരൾ വന്ന കാര്യം എല്ലാവരും തുറന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടും നീയാണല്ലോ പറഞ്ഞത് അമ്മായിയമ്മയോട് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട എന്നുള്ളത്. അമ്മായിയമ്മയ്ക്ക് ഇതറിഞ്ഞാൽ നിന്നോട് ദേഷ്യമായിരിക്കും, അവരത് സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നൊക്കെ നീയല്ലേ പറഞ്ഞത്, അതനുസരിച്ചല്ലേ അവരിതൊക്കെ ചെയ്തത്, എല്ലാത്തിനും തുടക്കം അതല്ലായിരുന്നു മോളെ എന്നൊക്കെ പറയുകയാണ് കനക. അങ്ങനെ ഇത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, ശരിയാണ് അമ്മ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ അമ്മയുടെ ആ ഒരു ഇത് മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ, ഇതറിയുമ്പോൾ എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും പറയാൻ സമ്മതിക്കാതിരുന്നത് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ആദർശേട്ടൻ്റെ ആ ഒരു ആദർശൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാൻ ആ സമയത്ത് കനക പറയുന്നുണ്ട്, എന്തായാലും നീ മാപ്പ് പറഞ്ഞ് മോനെ സോപ്പിട്ട് മോനെ സമാധാനിപ്പിച്ച് എന്തായാലും മാറ്റിയെടുക്കണം, കാരണം അത്രയ്ക്കും നിന്നെ സ്നേഹിച്ച് തുടങ്ങിയതാണ്, അതുകൊണ്ടെങ്കിലും നിനക്കത് തുറന്ന് പറയാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കനകയും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ഫോൺ വെക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണമായതുകൊണ്ട് തന്നെ നയനയ്ക്ക് ഒന്നുകൂടി സങ്കടമാവുകയാണ്. അങ്ങനെ പിന്നീട് കനക പറഞ്ഞതിനെക്കുറിച്ചും കനകയോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ദേവയാനും നയനയും അങ്ങോട്ട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. ആ സമയത്ത് നയനയുടെ ആ ഒരു സങ്കടം കണ്ടിട്ട് ദേവയാനി
നയനയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, ആദർശിൻ്റെ ഈ ഒരു ദേഷ്യമൊക്കെ ഞാൻ മാറ്റിയെടുത്ത് പഴയ പോലെ ആക്കിയിട്ട് മോളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും. ആദർശ് പഴയ പോലെ തന്നെ ആകും, ഒരു ദേഷ്യവും മോളോട് ഉണ്ടാവില്ല. പിന്നെ അത് അറിഞ്ഞ ആ ഒരു സങ്കടത്തിലാണ് അവൻ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്തായാലും മോളെ സ്നേഹിക്കും, ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും മോൾക്ക് സ്നേഹം തരാനുണ്ടാകും. അതുകൊണ്ട് നീ ഇപ്പോഴത്തെ ഈ ഒരു സങ്കടമൊന്നും കാര്യമാക്കണ്ട മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേവയാനി നയനയെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ ജാനകി അതുവഴി വരുന്നത്. നയനയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മുടെ ജാനകി കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഞെട്ടലുണ്ടാക്കിയിരുന്നു. കാരണം ഈ ഒരു കാഴ്ച ഒരിക്കലും ജാനകി പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ജാനകി എന്താ ഇവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്, ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, മോളാണ് എനിക്ക് കരൾ തന്നത് എന്നുള്ളത് എന്തായാലും അവർക്ക് എന്നോട് പറയാമായിരുന്നു. മോൾ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് എന്നോട് പറയാമായിരുന്നല്ലോ. ആ ഒരു ദേഷ്യം കൊണ്ടാണ് തൽക്കാലം ഞാൻ നിന്നെ അംഗീകരിച്ചു എന്നുള്ളത് ആദർശിനോട് പറയണ്ട എന്ന് പറഞ്ഞത്. ഏതായാലും ഇതിപ്പോൾ ജയേട്ടനും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ, തൽക്കാലം ആദർശല്ലേ അറിഞ്ഞിട്ടുള്ളൂ. എന്തായാലും അത് നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ ദേവയാനി നയനയോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കേട്ടുകൊണ്ടാണ് നമ്മുടെ ജാനകി അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം വളരെ ഞെട്ടലോട് കൂടിയാണ് നമ്മുടെ ജാനകി കേട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, എന്ത് നയന കരൾ കൊടുത്തെന്നോ? അതൊരിക്കലും നടക്കില്ല. അവളെന്തോ ഏട്ടത്തിയെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്, അല്ലാതെ അവളൊരിക്കലും കരൾ കൊടുക്കില്ല. എന്നിട്ട് അതും വിശ്വസിച്ച് മരുമോളെ സ്നേഹിക്കാനും തുടങ്ങിയല്ലേ. ഞങ്ങളിൽ നിന്നും എല്ലാം മറച്ചു വെച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഏട്ടത്തി നയനയോട് വെറുപ്പാണ് എന്നുള്ളതൊക്കെ അഭിനയിക്കുകയായിരുന്നല്ലേ. ആദർശ് ഇക്കാര്യത്തൊക്കെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലേ. അതാണല്ലേ നയനയോട് ഇപ്പോൾ ഒരു അകൽച്ചയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ പണ്ട് നല്ല സ്നേഹമായിരുന്നല്ലോ. ഏതായാലും ഏട്ടത്തിയും മരുമോളും കൂടെ എല്ലാം മറച്ചു വെച്ചിട്ട് ആദർശിനിപ്പോൾ എന്തായാലും ഇവരോട് ഒരു ദേഷ്യമൊക്കെ ആണുള്ളത്. ഏതായാലും ജയേട്ടനോ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അവരോട് ഒരു വാക്ക് പോലും ഇവർ പറഞ്ഞിട്ടില്ല. ഇതൊന്നും അങ്ങനെ പറയാതിരിക്കാൻ പാടില്ലല്ലോ. ഇവളെ വലിഞ്ഞു കയറി വന്നവളല്ലേ, ഇവളെ ഇങ്ങനെ ഇതാക്കിയിട്ട് എല്ലാവരിൽ നിന്നും എന്തിനാണ് ഏട്ടത്തി ഇത് മറച്ചു പിടിക്കുന്നത്? മറ്റുള്ളവരെ ചതിക്കുകയാണല്ലോ ഇവർ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ കുശുമ്പോട് കൂടിയാണ് ജാനകി ചിന്തിക്കുന്നത്. അല്ലാതെ നയന കരൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നല്ലതൊന്നും ജാനകി ചിന്തിക്കുന്നില്ല. അങ്ങനെ ജാനകി ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ ജയേട്ടനോട് ഇവരെന്തായാലും പറഞ്ഞില്ല, ഇത് മറച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജയനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ജാനകി തീരുമാനിക്കുകയാണ്. പക്ഷെ ആ സമയത്തേക്കും നമ്മുടെ ആദർശ് ജയനോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആകെ ഞെട്ടലോടുകൂടിയാണ് ജയൻ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സമയത്താണ് ജയന് ഓഫീസൊക്കെ വിട്ട് കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ജാനകി ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് പിരികേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ജയൻ ചിന്തിക്കുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് കരുതിയിട്ട് എന്നെ പിരികേറ്റാൻ വന്നിരിക്കുകയാണല്ലേ. ഞാൻ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ആദർശ് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ദേവയാനിയും നാനയും അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരിതുണ്ടായിരിക്കും. അതെനിക്ക് നല്ലോണം അറിയാം. അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കാനൊന്നും അവർ ശ്രമിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ജയൻ പോസിറ്റീവായാണ് എല്ലാം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ദേവയാനിയോടോ നയനയോടോ ഒരു ദേഷ്യവും അവർക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ ജാനകിയുടെ ആ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ജയനെ പറഞ്ഞ് ഓരോന്ന് പിരികയറ്റിയിട്ട് ഇവർക്കെതിരായിട്ട് തിരിക്കുക, ഇവരെ ശത്രുക്കളാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് ജാനകിക്കുണ്ടായിരുന്നത്. പക്ഷേ ജാനകിയുടെ ആ ഒരു ലക്ഷ്യം വൻ ഫ്ലോപ്പ് ആവുകയാണ്. ജയൻ എന്തായാലും അവരോട് ആ ഒരു വെറുപ്പോ ഒന്നും കാണിക്കുന്നില്ല. എന്തായാലും അവരിങ്ങനെ പറയാതിരിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും എന്നുള്ളത് ചിന്തിക്കുന്ന ആളാണ് ജയൻ. അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ ആ ഒരു ദേഷ്യവും ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള ആ ഒരു തീരുമാനത്തിലാണ് നമ്മുടെ ജയൻ നിൽക്കുന്നത്. അനിയും അതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് കൂടെയുണ്ട്.